ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഇന്നലെ ബ്ലൗസ് വെട്ടിയായിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അത് ഞാൻ മൊത്തം കാണിക്കുന്നില്ല, കാരണം ഒത്തിരി എന്താ പറയുക, വീഡിയോ ലോങ് ആവുന്നു. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ആകെ ബാക്ക് പീസിൽ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിൻ്റെ ഒരു ഹോള് വരുന്നുണ്ട്. അപ്പോൾ ആ ഡയമണ്ട് ഷേപ്പിൻ്റെ ഹോള് നമുക്ക് എങ്ങനെ ചെയ്യാം, പിന്നെ അതിൻ്റെ ആ സൈഡിൽ കൂടി ഒരു ലേസും വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട്. ലൈനിങ് പീസിൻ്റെ സെൻറ്ററിൽ ഞാനിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെയാണ് നമ്മൾ ഡയമണ്ട് ഷേപ്പിൽ വെട്ടി വെച്ചേക്കുന്ന ആ ഒരു പേപ്പർ സ്റ്റിഫ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നെക്കിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഈ പേപ്പർ സ്റ്റിഫ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് പതിച്ചടിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇനി അതേപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ആ പേപ്പർ സ്റ്റിഫിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓരോ പിൻ കൊണ്ട് പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. മുട്ടുസൂചിയോ അങ്ങനെ എന്നാങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കങ്ങനെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പതിച്ചടിക്കുമ്പോഴത്തേക്കും പേപ്പർ സ്റ്റിഫ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാതെ നമുക്കത് വൃത്തിക്ക് കിട്ടും. ചില ആൾക്കാർ തേക്കും കേട്ടോ. ഞാൻ മിക്കപ്പോഴും തേക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ചുരുണ്ടു പോവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ തേക്കുന്ന റിസ്ക് എടുക്കാറില്ല. ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എപ്പോഴും പതിച്ചടിച്ചു. അത് എന്തിനാണെങ്കിലും, ചുരിദാറിനാണെങ്കിലും ബ്ലൗസിനാണെങ്കിലും എന്തിനാണെങ്കിലും ഞാനിങ്ങനെ പതിച്ചടിച്ച് വെക്കും. അപ്പം നമ്മൾ പതിച്ചടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ നമ്മുടെ സാരി ബ്ലൗസ് പീസ് അതിൻ്റെ മേളിൽ വെച്ചിട്ട് ഒന്ന് ആ ഡയമണ്ട് ഷേപ്പിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യാം കേട്ടോ. കാരണം ഇതിന് വേറെ പ്രത്യേകിച്ച് ഞാൻ ഒരു സ്റ്റിഫൊന്നും പ്രത്യേകിച്ച് ഒരു തുണിയും അറ്റാച്ച് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ പുറത്ത് നമുക്ക് ലേസ് വരാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്ക് ഡയമണ്ട് ഷേപ്പ് നല്ല ഭംഗിയിലിരുന്നോളും. അപ്പോൾ ഞാനിത് നല്ല പീസ് ലൈനിങ്ങിനോട് ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചു. എന്നിട്ട് ഡയമണ്ട് ഷേപ്പിൻ്റെ അരികത്തൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അടിച്ചു കൊടുത്ത് അത് ഫിനിഷ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ഒരു കട്ടിട്ടിട്ട് അത് അപ്പുറം ഇപ്പുറം ഒന്ന് എന്താ പറയുക വെട്ടിക്കൊടുക്കുക. അതിൻ്റെ എല്ലാ എഡ്ജും വെട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം കൂടി കട്ട് ചെയ്ത് കളയാറില്ല. അപ്പോൾ കട്ട് ചെയ്ത് കളയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇച്ചിരി കട്ടി കിട്ടുമല്ലോ മടക്കുമ്പോൾ, ആ തുണിയുടെ അത്രയും കൂടി ഒരു കട്ടി കിട്ടും. അപ്പോൾ നമുക്കൊരു സേഫാണ് അത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു. എന്നിട്ട് നമ്മൾ ഉള്ളിൽ കൂടെ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ലൈനിങ് പീസ് നല്ല പീസ് ഇങ്ങോട്ട് മറിച്ചെടുക്കും കേട്ടോ. നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസ് നമ്മളിങ്ങനെ മറിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അരികൊന്ന് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കാം കേട്ടോ. കാരണം അല്ലെങ്കിൽ എന്താ പറ്റുക, നമ്മുടെ അരികൊന്നും എഡ്ജ് വരെ നമ്മുടെ കട്ടെത്തിയില്ലെങ്കിൽ നമുക്ക് ആ ഡയമണ്ട് ഷേപ്പ് ആ അറ്റമൊന്നും ആ ഷേപ്പിൽ കിട്ടില്ല. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ പീസ് ഉള്ളിൽ കൂടി ഇങ്ങനെ മറിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, സിമ്പിളല്ലേ? അപ്പോൾ പേപ്പർ സ്റ്റിഫും ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ തുണി ഇച്ചിരി കൂടുതൽ ഇട്ട് കൊണ്ടിട്ട് നമുക്കൊരു കട്ടിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ മറിച്ചെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പതിച്ചടിക്കുക കേട്ടോ. നെക്കിൻ്റെ അവിടെ നിന്ന് എല്ലാ ഭാഗത്തും നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ നെക്ക് വളരെ ഭംഗിയിൽ അത് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ 4 സൈഡ് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഞാൻ അടിയിൽ പട്ടയൊന്നും പിടിപ്പിച്ചിട്ടില്ല. അതായത് ബാക്ക് സൈഡിൽ താഴെ നമ്മളൊരു പീസ് പട്ട വെക്കണമല്ലോ, അത് ഞാൻ ലാസ്റ്റാണ് പിടിപ്പിച്ചത്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലേസ് എടുത്തിട്ട് ലേസ് വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ ജോലി. അപ്പോൾ ഞാൻ ലേസ് ചെയ്യുന്നതിന് മുന്നേ ലേസിൻ്റെ എന്താ പറയുക, മേളിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ കാര്യമെന്ന് വെച്ചാൽ ഇത് പശയുള്ള ലേസാണ്. അപ്പം നമ്മൾ ചെയ്ത് വരുമ്പോൾ സൂചിമേൽ മൊത്തം പശ കയറി പിടിച്ച് ലേസ് നമുക്ക് തയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇത് മേലിട്ടൊന്ന് ഈ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിത് ഈ ലേസ് അതിൻ്റെ പുറത്ത് വെച്ച് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എളുപ്പത്തിൽ നമുക്കിത് അരികത്തോടി നമുക്ക്
തയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിങ്ങനെ ലേസ് ഇതിൻ്റെ ഡ്രസ്സിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുത്ത് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുവാണേ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിൽ ചെറിയ ചെറിയ ബീഡ്സ് ഉണ്ട്. ആ ബീഡ്സ് നമ്മുടെ സൂചിയിൽ കൊണ്ടുകഴിഞ്ഞാൽ സൂചി ഒടിഞ്ഞു പോകും കേട്ടോ. പിന്നെ കുറേ പേർക്ക് സംശയം ഉണ്ടാവും, ഇത് നമ്മുടെ എണ്ണ ഡ്രസ്സിൽ പിടിക്കില്ലേ, അവിടെ ഇവിടെയൊക്കെ എണ്ണപ്പാട് ഉണ്ടാവില്ലേ എന്നൊക്കെ. എണ്ണപ്പാട് ഉണ്ടാകും, ബട്ട് നമുക്ക് ആ എണ്ണപ്പാടിൻ്റെ അവിടെ കുറച്ച് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ, ഇൻ കേസ് എണ്ണ വന്നു കഴിഞ്ഞാൽ പൗഡർ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമുക്ക് ഇതുണ്ടാവില്ല. ഇപ്പം നമ്മൾ ആരി വർക്കൊക്കെ ചെയ്യില്ലേ, ആരി വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഗമ്മുള്ള കാലിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗമ്മിൻ്റെ ചിലപ്പോൾ അവർ മണ്ണെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത് തുടയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഓയിൽ കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ ആ ഓയിൽ കണ്ടൻറ്റ് നമ്മുടെ ഡ്രസ്സിലാകുമ്പോൾ ആ ഒരു പാട് അവിടെ നിന്ന് മാറാനായിട്ട് നമ്മൾ ടാൽക്കം പൗഡർ, എന്ത് പൗഡറാണെങ്കിലും, ഇപ്പം നൈസിലിൻ്റെ പൗഡർ ആയിക്കോട്ടെ, അല്ല പോൺസിൻ്റെ പൗഡർ ആയിക്കോട്ടെ, എന്ത് പൗഡറാണെങ്കിലും നമ്മളത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ സ്ക്വയർ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വളരെ നീറ്റായിട്ട് നമുക്കിത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. ഓക്കെ, ബൈ.